പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒറ്റക്ക് സാക്ഷ്യം വഹിക്കുകയും ഒറ്റക്ക് അവനവനെ ദൈവം നൽകിയ ജീവിതം ജീവിച്ചു തീർക്കുകയും പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിതം പൂർത്തിയാക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ചാണ് നമ്മൾ പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനത്തിലെ ധ്യാനാത്മകമാകുന്നത്. ഈശോ പറഞ്ഞില്ലേ, എന്നാ പറഞ്ഞത്? യോഹന്നാൻ്റെ സുവിശേഷം 16:32 നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടും വെച്ച് പോകുന്ന കാലം വരും. അപ്പം കൂടെയുള്ളവർ, ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ, സഹപ്രവർത്തകർ, നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതാനുഭവമാണത്. ഈ അനുഭവമില്ല ആരാ ഉള്ളത്? ഒരു രോഗത്തിൻ്റെ വേദന അതിൻ്റെ തീക്ഷ്ണമായിട്ടൊന്ന് അനുഭവിക്കുന്ന സമയത്ത് ആരെല്ലാം കൂടെ ഉണ്ടായിട്ട് എന്നാ കാണിക്കാനാണ്? ഒന്നും കാണിക്കാനില്ല. ആര് വേദനിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാൻ പറ്റും. ഒരു നല്ല വേദന നമുക്ക് ശരീരത്തിന് വന്നാൽ നമ്മുടെ കൂടെ ആരെല്ലാം ഉണ്ടായിട്ട് എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. ആ വേദന അവൻ തന്നെ അനുഭവിക്കുമ്പോൾ അവന് മനസ്സിലാകും അവൻ ഒറ്റക്കാണെന്ന്. അതാണ് പിതാവിൻ്റെ, അതാണ് നമ്മൾ വേദനകളൊന്നുമില്ല, നമ്മുടെ ജീവിതം വളരെ ഹൈഫൈവായി സന്തോഷമായിട്ട് പോവുകയാണെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ദൈവത്തിനെ അറിയാനോ പറ്റാണ്ട് വരും, ദൈവത്തെ അനുഭവിക്കാൻ പറ്റാണ്ട് വരും. കാര്യം എന്താ? നമ്മൾ ഓരോരുത്തരും നമുക്കുണ്ടല്ലോ. ഇപ്പോൾ ഒത്തിരി ഭയങ്കര ബിസി ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഇല്ലേ, അതുപോലെ തന്നെ കുടുംബത്തിൽ തന്നെയും അമിതമായ ബിസിയാകാതെ ജീവിക്കാൻ പറ്റാത്ത ആൾക്കാരില്ലേ, അവരൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ആധ്യാത്മിക ശൈത്യം അല്ലെങ്കിൽ ആധ്യാത്മിക വരൾച്ച ഉണ്ടാവും. യേശുവിൻ്റെ ജീവിതത്തിൽ പോലും ഈ ഒറ്റക്കാകപ്പെടുന്ന അവസ്ഥയെ ദൈവം ബോധപൂർവം ഒഴിവാക്കിയില്ല. ഈശോ പറഞ്ഞായിരുന്നു, നിങ്ങളിപ്പോൾ 16:32 നിങ്ങളെല്ലാവരും എന്നെ വിട്ടിട്ട് പോകുന്ന, ഏകനായി വിട്ടുപോകുന്ന കാലം വരും. എന്നിട്ട് ഈശോ അതിന് മറുകൃതി എന്താ പറഞ്ഞത്? എങ്കിലും ഞാൻ ഏകനല്ല എന്നാ പറഞ്ഞത്. ഏകനല്ല. എന്താ കാരണം? പിതാവ് എന്നോട് കൂടെ ഉണ്ട്. അത്രയും സംഭവം. ഇത് പക്ഷേ ആധ്യാത്മികമായിട്ട് വിസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില സമയത്ത് പിതാവ് കൂടെ നമ്മുടെ കൂടെ ഉള്ളത്, എല്ലാവരും വിട്ടിട്ട് പോയിട്ട് പിതാവുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ല. ഒരിക്കലും കുരിശായിട്ട് കർത്താവിന് തോന്നത്തില്ല. കർത്താവ് പിതാവുമായിട്ടുള്ള ആത്മബന്ധത്തിൻ്റെ ഒരു വല്ലാത്ത ഒരു അഭിഷേക തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ ആത്മധൈര്യത്തോട് ഇത് പറയണത്. അല്ലാതെ ഈശോ തെറ്റ് പറഞ്ഞെന്ന് ഞാൻ പറയുകയല്ല. പിതാവുമായിട്ടുള്ള ഈശോയുടെ കണക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാനാവാത്ത കണക്ഷനാണ്. ആ ആന്തരികമായ ഉദ്ഗ്രഥനത്തിലാണ്, പിതാവുമായിട്ടുള്ള ഇൻറ്റിമസിയിലാണ്. അവർ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ്റെ ദൈവാനുഭവമായിട്ട് മാത്രമേ നമുക്കത് കാണേണ്ട കാര്യമുള്ളൂ. നിരന്തരം പിതാവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആന്തരിക അനുഭവം, ആത്മാവിൻ്റെ അനുഭവമാണ് ഈശോ പറയണത്. എന്താ പറയണത്? നിങ്ങൾ എല്ലാവരും എന്നെ വിട്ടു പോകുന്ന കാലം വരും, എങ്കിലും ഞാൻ ഏകനല്ല. എന്താ കാരണം? പിതാവ് എന്നോട് കൂടെയുണ്ട്. അതൊരു പ്രാർത്ഥനാനുഭവമാണ്, സത്യമായൊരു കാര്യമാണ്. പക്ഷേ എല്ലാ സത്യങ്ങളും നോട്ട് പ്രാക്ടിക്കൽ. ട്രൂത്ത് ഉണ്ടാകാം, മേ ബി ചില സത്യങ്ങൾ ചില സാഹചര്യത്തിൽ പ്രായോഗികമല്ലാതെ വരും. അതാണ് നമ്മൾ ശരിക്കും ഇത്രയും പറഞ്ഞ ഈശോ മർക്കോസിൻ്റെ 16:34 വായിക്കുമ്പോഴേ, മർക്കോസ് 16:34 എന്താ പറയണത്? ഞാനിപ്പോൾ എന്താ സംസാരിക്കണമെന്ന് അറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് സംസാരിക്കണത്. പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനം മാത്രമല്ല, പെന്തക്കോസ്ത് ഒരുക്ക ധ്യാനം കഴിഞ്ഞാലും നിങ്ങൾക്കിത് സഹായമാകും. അതായത് മർക്കോസിൻ്റെ 15:34 9-ാം മണിക്കൂറായപ്പോൾ
യേശു ഉച്ചത്തിൽ നിലവിളിച്ചു. ഏത് യേശുവാണ് ഉച്ചത്തിൽ നിലവിളിച്ചത്? യോഹന്നാൻ 16:32 നിങ്ങളെല്ലാവരും എന്നെ ഇട്ട് പോകുന്ന കാലം വരുമെന്ന് പറഞ്ഞപ്പോൾ ആ കാലം ഇപ്പോൾ വന്നിരിക്കുക. ആ യേശു എങ്കിലും പിതാവ് എന്നോട് കൂടി ഉണ്ടെന്ന് പറഞ്ഞ യേശു, ഞാൻ ഏകൻ അല്ല എന്ന് പറഞ്ഞ യേശു ഇപ്പോഴെന്താ പറയണമെന്ന് നോക്കിയേ. 15:34 9-ാം മണിക്കൂറായപ്പോൾ, മർക്കോസിൻ്റെ സുവിശേഷം 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ വിളിച്ചു. എന്താ പറഞ്ഞത്? എലോയ് എലോയ് ലമാ സബക്താനി. അതായത് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? പ്രൈസ് ദി ലോർഡ്. അപ്പോഴേ ഇങ്ങനെ ഒരു ജീവിതാവസ്ഥ ഉണ്ട്. എല്ലാവരും നമുക്ക് പോയാലും ദൈവം ഉണ്ടെന്ന് പറയുമ്പോൾ ആ ദൈവം പോലും ഉപേക്ഷിക്കുന്ന ഒരു കാലം അതുണ്ട് നമുക്ക്. അത് നമുക്ക് നിഷേധിക്കരുത്. നമ്മളെത്ര പുണ്യം ചെയ്ത് ജീവിച്ചാലും ഇങ്ങനെ ഒരു ജീവിതാനുഭവത്തിലൂടെ ഓരോ മനുഷ്യരും പോകും. ഇങ്ങനെ പോകുന്ന സമയത്താണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പേസ് വരണത്. ഞാനിപ്പോൾ സംസാരിക്കുന്ന വിഷയം ആത്മാവിൻ്റെ ഇടങ്ങൾ, ദ സ്പേസ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്. ഏതെങ്കിലും കാലഘട്ടത്തിൽ ദൈവപൈതലെ നീ ഏകയായിപ്പോയി എന്ന് തോന്നിയാൽ നീ ആദ്യം ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കേണ്ടി വരും. എന്താ കാര്യം? പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഏകനായി പോകുന്ന കാലത്ത് നമ്മളെ നയിക്കാനുള്ള ദൈവത്തിൻ്റെ സംവിധാനമാണ്. ഇതിനെക്കുറിച്ച് വിശുദ്ധ ലൂക്കായാണ് പിന്നീട് സംസാരിക്കുന്നത്. 14-ാം അധ്യായം, ലൂക്കായുടെ 23-ാം അധ്യായത്തിലെ 46-ാമത്തെ വാക്യം, 23-ാം അധ്യായം 46-ാമത്തെ വാക്യം എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പിതാവ് ഈശോനെ ഉപേക്ഷിച്ചതുപോലെ എൻ്റെ അനുഭവം എന്ന് പറയണത് ആസ് ഇഫ് ഹി ഫെൽറ്റ് ദാറ്റ് ഫാദർ ഹാസ് ഫോർസേക്കൺ ഹിം. അതാണ് അടുത്ത ഒരു ഗ്രാമർ പറയാൻ പറ്റുമെങ്കിൽ പറയണത്. പിതാവ് ഉപേക്ഷിച്ച പോലെ ഹി ഫെൽറ്റ് സോ, അങ്ങനെ അനുഭവിച്ചു. ആ സെക്കൻഡിൽ ആത്മാവ് ഉടനെ വർക്കിംഗ് കണ്ടീഷനാവും. എന്താണ് ആത്മാവ് പറയണത്? അതാണ് ലൂക്കായുടെ സുവിശേഷം 23:46. പിതാവ് അപേക്ഷിച്ച് യേശു ലെഫ്റ്റ് ഇൻ ദി എയറായി, ആകാശത്തിന് ഭൂമിക്ക് മധ്യ നിരാലംബനായി തൂക്കപ്പെട്ടവനായി, നഗ്നനായി തൂക്കപ്പെട്ടവനായി, അപ്പം മാന്യതനായി തൂക്കപ്പെട്ടവനായി മരണത്തിലേക്ക് പതുക്കെ വീണുകൊണ്ടിരിക്കുകയാണ്. ആ സെക്കൻഡിൽ ഈ ആശ്വാസകനായ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവിയിൽ പറയും. എന്താ പറയണത്? ജീസസ്, കർത്താവേ, നീ വിഷമിക്കരുത്. കാര്യം നിൻ്റെ ബോഡിയിൽ ഇനി ജീവനെ പിടിച്ച് നിർത്താൻ നിൻ്റെ ബോഡിക്ക് കഴിയാതായി ആകാൻ പോകുന്നു. കാര്യം ചോരയെല്ലാം വാർന്ന് ഒഴുകാൻ തുടങ്ങിയിട്ട് 24 മണിക്കൂർ അല്ലെങ്കിൽ 10-15 മണിക്കൂറായി. ചോര ഈശോയുടെ ശരീരത്തിൽ ആ ചമ്മട്ടി അടി കൊണ്ട ആ സമയം മുതൽ, സന്ധ്യ മുതൽ രാവിലെ 10 മണി വരെയാണ് ഈശോ പീഡാനുഭവങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്ന ശരീരത്തിൽ രക്തം മുഴുവൻ വാർന്നു പോയിട്ട് വല്ലാണ്ടാകുന്നൊരവസ്ഥയാണ്. ബോഡി ജീവനെ പിടിച്ചു നിർത്താൻ പറ്റാത്ത ലാസ്റ്റ് നിമിഷം. അപ്പോൾ പരിശുദ്ധാത്മാ പറയും, ഈശോ കുറച്ച് കഴിയുമ്പോൾ, 1 നിമിഷം കഴിയുമ്പോൾ, ഇനി 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കഴിയുമ്പോൾ എനിക്കും നിൻ്റെ ശരീരത്തിൽ നിന്ന് പോകേണ്ടി വരും. എന്നിട്ട് പറയുക, അപ്പോൾ നീ പതറരുത്. അപ്പം നീ ഒരു കാര്യം പറയണം, പിതാവ് ഉപേക്ഷിച്ചു, പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കുന്ന ഒരു സമയം ഒരു മനുഷ്യന് ഉണ്ടാകുമ്പോൾ പറയാൻ പറ്റിയൊരു വാക്ക് പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടാണ് പിരിഞ്ഞു പോണത്. അവൻ പിരിഞ്ഞു പോവുകയും ഈശോ അത് പറയും. എന്താ ഈശോ പറഞ്ഞത്? അപ്പാ എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ
സംസർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് അനുഭവിക്കാൻ പറ്റണില്ലെങ്കിൽ യേശു ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, പിതാവേ, കാണാത്ത അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന് നിക്കക്കള്ളിയില്ലാത്ത സമയം വന്നാൽ അവസാന നോട്ട് നമുക്ക് തന്നിട്ടേ ആത്മാവ് നമ്മളെ സഹായിച്ചിട്ടേ പോകത്തുള്ളൂ. എന്നിട്ട് ആത്മാവ് വെയിറ്റ് ചെയ്യും, ഈശോ പറ ഈശോ. നമ്മുടെ ലൂക്കാ സുവിശേഷത്തിൻ്റെ 23:46 അതാണ് കാറ്റഗിസം ഓഫ് ദി ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ് ഈശോയ്ക്ക് നൽകിയ വേദപാഠങ്ങളാണ്. ഈശോ പറ ഈശോ, ഇതൊന്ന് കേട്ടിട്ട് പോകാൻ ഞാൻ കൊതിക്കുന്നു എന്ന് പറയുമ്പോഴും ആത്മാവിന് നിക്കക്കളി ഇല്ലാണ്ടാകുന്നു. നീ ഇതൊന്ന് പറഞ്ഞാൽ മതി, അപ്പാ ഐ കമണ്ട് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ നീ അതൊന്ന് പറഞ്ഞാൽ പിന്നെ വരണ കാര്യം ഞാൻ ഏറ്റു എന്നാണ് പറഞ്ഞത് പരിശുദ്ധാത്മാവ്. നീ ഇതൊന്ന് പറഞ്ഞാൽ മതി, പിന്നെ നിനക്ക് തല ചായ്ക്കാം, ജീവൻ വെടിയാം, പിന്നെ ഉള്ള കാര്യങ്ങൾ ഞാനും അപ്പായും കൂടി നോക്കിക്കൊള്ളാം. ഇതാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞു കൊടുക്കുന്നത്. ഈശോ ആ നിമിഷങ്ങളത് അനുസരിക്കുകയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, അപ്പാ, എന്നെ കൈവിട്ടതുപോലെ എനിക്ക് തോന്നിയാലും, ആത്മാവ് എന്നെ അടുത്ത കഴിഞ്ഞ ക്ഷണം പിരിഞ്ഞു പോയാലും അവസാനം എനിക്കിതേ പറയാനുള്ളപ്പാ, ഐ കമണ്ട് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ ഞാൻ അങ്ങേക്ക് തന്നെ ഏൽപ്പിക്കുന്നുവെന്ന്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, ആഴമായ ബൈബിൾ പ്രബോധനത്താൽ, തിരുവചനത്തിന്റെ അഭിഷേകത്താൽ ഞങ്ങൾ ശക്തിപ്പെടുന്നെന്ന് പറയുന്നു. കർത്താവേ, ആത്മാവിന്റെ അഭിഷേകം എപ്രകാരം സ്വീകരിക്കണം, ഈശോ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കാൻ, ഈശോ സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവിന് വർഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന അനുഭവങ്ങൾ, അങ്ങനെ മനുഷ്യൻ ഒറ്റയ്ക്ക് ജീവിച്ച് അവനെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കണം. പക്ഷെ പൂർത്തിയാക്കുന്ന സമയത്ത് ആരും ഇല്ല കൂടെ. എൻ്റെ സഹോദരങ്ങളെ മനസ്സിലാക്കണം, ഇത് ഈ 16-ന്റെ പ്രാർത്ഥന കഴിയുമ്പോൾ അവൻ യോഹന്നാൻ്റെ സുവിശേഷം 17 പ്രവേശിക്കുമ്പോൾ അതിൻ്റെ 17-4 വരുമ്പോൾ അവൻ പറയും, പിതാവേ, അങ്ങേ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കാര്യം എന്താണ്? അങ്ങ് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കിയെന്ന്. ഏൽപ്പിച്ച ജോലി ഞാൻ പൂർത്തിയാക്കി. പക്ഷെ പൂർത്തിയാക്കിയപ്പോഴേ ഏൽപ്പിച്ച ആൾ കൂടെ ഇല്ല എന്നുള്ളത് ഒരു ട്രാജിക്കൽ ട്രൂത്താണ്. യു ഗോട്ട് ദ പോയിന്റ്. നമ്മളെ പല കാര്യങ്ങളും ഏൽപ്പിക്കുന്നവരെ നമ്മളത് പൂർത്തിയാക്കുമ്പോൾ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ മാനസികാവസ്ഥ കൊണ്ടോ അഭിപ്രായ പിന്തുണ കൊണ്ടോ നമ്മുടെ കൂടെ ഇല്ലാത്തൊരു കാലം ഓരോ മനുഷ്യൻ അനുഭവിക്കുന്നത് അവനവൻ്റെ അന്നു വേണ്ട ആഹാരമാണ്. സ്തുതിയുടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ഒറ്റക്ക് ആയിപ്പോകുന്ന ഒരു വിശ്വാസി എങ്ങനെയാണ് ആത്മാവിൽ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതെന്ന് പറയണ പുസ്തകം ഞാൻ ആദ്യം പറഞ്ഞ എഫേസ്യ ലേഖനമാണ്. എഫേസ്യ ലേഖനത്തിലെ പൗലോസ് തുടങ്ങണ ഇങ്ങനെയാണ്, ഡോണ്ട് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്. അവൻ പല നാടുകളിൽ കടന്ന് തിരിച്ച് എഫേസ്യസിലെത്തി കഴിയുമ്പോൾ 10-12 വിശ്വാസികൾ അവനെ അഭിമുഖീകരിക്കും. നടപടി പുസ്തകത്തിൻ്റെ 19:1-2 അവരുടെ മുഖത്ത് നോക്കുമ്പോൾ പറയുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചില്ലേ എന്നാ ചോദിക്കണത്. ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിച്ചില്ലേ?
എല്ലാ കാലത്തും അപ്പോസ്തലന്മാരും കൂട്ടായ്മയും സന്ധിപ്പും സംഘടനയൊക്കെ കൂടെ ഉണ്ടാകുമോ? നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കണ്ടേ? ഒറ്റയ്ക്ക് സാക്ഷ്യം വഹിക്കണ്ടേ? ഡോണ്ട് യു റിസീവ് ഹോളി സ്പിരിറ്റ് എന്നാ ചോദിക്കണത്. കാര്യം അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അവസാനം എങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കണമെന്ന് ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഒറ്റയ്ക്ക് എങ്ങനെയാണ് കർത്താവിന് സാക്ഷ്യം വഹിക്കേണ്ടത്? എഫേസ്യ ലേഖനം 6:5. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. യേശുവേ നന്ദി കർത്താവേ, അങ്ങ് പ്രബോധനങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വെളിപാടുകൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ ശുശ്രൂഷ ഓരോ മക്കളെയും സ്പർശിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്കാണ് നമ്മൾ ആദ്യം വായിച്ചത്. നിങ്ങളെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ? വിശ്വാസി ഒറ്റയ്ക്ക് ജീവിക്കേണ്ടവനല്ലേ എന്ന. ചിലപ്പോൾ നമ്മൾ സാമുദായികമായിട്ട് ഒറ്റപ്പെട്ട് പോയെന്ന് വരാം. ഇപ്പം ഹമാസിൻ്റെ മിസൈൽ സൗമ്യയുടെ ജീവൻ എടുത്തു. പക്ഷേ ഇവിടുത്തെ നേതാക്കന്മാർ വരെ മുട്ടുവിറക്കുകയാണ് സൗമ്യയുടെ വീട്ടിൽ ചെല്ലാൻ. എന്താ കാര്യം? ആരും അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അവരാരും സൗമ്യയുടെ വീട്ടിൽ ചെന്നില്ല. എല്ലാ ഫേസ്ബുക്കിൽ നിന്നും സൗമ്യ കൊല്ലപ്പെട്ടത്, സൗമ്യയെ കൊന്നത് ആരാണെന്നുള്ളത് വേട്ടക്കാരനെ മറച്ചു പിടിക്കുന്നത് എന്ത് ധൈര്യമാണ്? വേട്ടക്കാരനെ മറച്ചു പിടിക്കുകയും ഇരയെ വലിച്ചെറിയുകയും ചെയ്യുന്ന ധൈര്യം എന്ത് ധൈര്യമാണത്? ഈ ധൈര്യത്തിൻ്റെ പേരാണ് കാട്ടുഭീരുത്വം എന്ന് പറയണത്. സത്യത്തെ സത്യമായിട്ട് കാണാൻ അറിയണം. ഒരു സമുദായത്തെ ഏതെങ്കിലും വകുപ്പിലെ അധികാരികൾ ഒറ്റപ്പെടുത്താൻ നോക്കിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ സമുദായം വളർന്നു വന്ന ഒരു രീതിയുണ്ട്. അത് സംഘടന കൊണ്ടോ അതിൻ്റെ ആയുധ പിൻബലം കൊണ്ടോ ഒന്നുമല്ല, ആത്മാവിൻ്റെ അഭിഷേകം കൊണ്ടാണ്. We are not alone. You must understand by no means. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലോസിൻ്റെ ചോദ്യത്തോടെയാണ് ഞാൻ ഈ ശുശ്രൂഷ തുടങ്ങിയത്. എഫേസ്യരെത്തിയപ്പോൾ വിശ്വാസികളോട് അവൻ ചോദിച്ചു. അവിടെ മുഖത്ത് നോക്കിയപ്പോഴേ അവർ വിശ്വാസികളല്ല എന്ന പൗലോസ് പറഞ്ഞത്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് യാതൊരു ലക്ഷണവും അവരുടെ മുഖത്തില്ല. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയണെന്താ? പരിശുദ്ധാത്മാവെന്ന് പറയണതൊന്നും കേട്ടിട്ട് പോലും ഇല്ലെന്നാ. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ ആത്മീയ ദുരന്തങ്ങളിൽ ഒന്നിതാണ്. എന്താ കാര്യം? പരിശുദ്ധാത്മാവിനെ ബേസ് ചെയ്തല്ല നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ എന്ന് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഇത് വെയിലത്ത് വാടാൻ സാധ്യതയുണ്ട്, ഇത് തീയിൽ കുരുക്കാത്തതാണ്. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം തീയിൽ കുരുക്കണമെന്നാണ് പെന്തക്കോസ്ത പഠിപ്പിക്കുന്ന പാഠം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ആത്മാവിന്റെ അഭിഷേകം ചൊരിയട്ടെ. നീന്തിത്തെല്ലാം നടക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. നമ്മൾ തീയിൽ കുരുക്കുക എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ ജീവിക്കുക എന്നാണ്. എല്ലാ തരത്തിലുള്ള ഉപേക്ഷകളെ അനുഭവിച്ചു കഴിയുമ്പോൾ അവസാനമാണ് ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പൗലോസ് പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു സഭയെ കാണുമ്പോഴേ അതിനെ പഠിപ്പിച്ച് പരിശീലിപ്പിച്ചതിന് ശേഷം അവസാനം പറയും, ഒറ്റയ്ക്ക് ജീവിക്കേണ്ടതല്ലേ? ആത്മാവിൻ്റെ അഭിഷേകം വാങ്ങിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആത്മാവിൻ്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാലുണ്ടാകുന്ന ആത്മാവിൻ്റെ ഫലങ്ങളുണ്ട്. നമ്മൾ പറയുന്ന സ്നേഹക്ഷമ, ദയ, നന്മ, വിശ്വസ്ത, ആത്മസംയമനത്തിനേക്കാൾ ഉപരി ആത്മാവിൻ്റെ ഫലങ്ങളെ, അതിൻ്റെ പ്രകടിത പ്രയോഗരൂപങ്ങളെക്കുറിച്ച് പൗലോസ് സംസാരിക്കുന്നത് 6:14 വെച്ചാണ്. എന്താ പറയണത്? അതിനാൽ ആത്മാവ് വന്നു കഴിയുമ്പോൾ സത്യം കൊണ്ട് അരമുറുക്കി, പിന്നെന്താണ്? നീതിയുടെ കവചം ധരിച്ച് ഉറച്ചു നിൽക്കുവിൻ.